കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ വനംവകുപ്പിന്റെ മെഗാ തെരച്ചിൽ തുടങ്ങി. തലപ്പുഴ 43 മൈൽ, ജോൺസൺ കുന്ന്, കമ്പിപ്പാലം, പാരിസൺ എസ്റ്റേറ്റിനോട് ചേർന്ന വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് തെരച്ചിൽ. 4 സംഘങ്ങളായി തെരഞ്ഞാണ് തെരച്ചിൽ. വനാതിർത്തിയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന വനംവകുപ്പ് നിർദ്ദേശം നൽകി. കടുവ ഉണ്ടെങ്കിൽ അതിനവിടെ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേലിൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഇതുണ്ടാവും. അഥവാ കടുവ ഉണ്ടെങ്കിൽ പോകുന്ന സമയത്ത് റോഡിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സേഫ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ക്യാമറകൾ വെച്ചിട്ട് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കടുവയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെയുള്ള ഒരു കടുവ തന്നെയാണത്. അതുകൊണ്ടിട്ട് നമ്മൾ ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി അതിനുള്ള ഫർദർ നടപടി നമുക്ക് സ്വീകരിക്കാം. ഇന്നത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലിസ്റ്റിലുള്ള കടുവ തന്നെയാണ്. ഒരൊറ്റ കടുവയുള്ളൂ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു കടുവയുടെ ഇതാണ്, കാൽപ്പടങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. 43 മൈലിൽ കിട്ടിയിട്ടുള്ളത്. ടി അനീസ് അലി കൂടുതൽ വിവരങ്ങൾ. അനീസ് അലി, മെഗാ തെരച്ചിൽ എന്ന് വെച്ചാൽ അതിന്റെ സ്വഭാവം എന്താണ്? നിഷാദ്, ഒരു മാസത്തോളമായി ഈ പ്രദേശത്ത് കടുവ ഭീതി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ കടുവയെ കണ്ടെത്തുക, ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തെരച്ചിൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ഈ കടുവ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ ക്യാമറയിലും അത് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. നമ്മളെ കാണുന്ന CCTV ദൃശ്യങ്ങളിൽ കടുവ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ. ജനവാസ കേന്ദ്രത്തിലാണത്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ, ഇന്നലെയും ഒരു സ്ഥലത്ത് വീടിനടുത്ത് ആയിക്കൊണ്ട് ആളുകൾ കടുവയെ കണ്ടു. അതായത് നായയൊക്കെ കാണുന്നു എന്ന് പറയുന്ന പോലെ വന്യമൃഗത്തെ, കടുവയെ നേരിൽ കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ ആളുകൾ കടുത്ത ഭീതിയിലായ ഒരു പശ്ചാത്തലത്തിലാണ്. അതും ഈ തലപ്പുഴയുടെ പല ഭാഗങ്ങളിലായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെൺമണി കരിമാനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു സംഘം, അതായത് ഇന്ന് 4 വിഭാഗമായി തെരഞ്ഞുകൊണ്ടാണ് RRT സംഘം തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിലൊരു സംഘം ഈ മേഖലയിലൂടെയാണ് തെരച്ചിലിന് ഇറങ്ങിയിട്ടുള്ളത്. വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ എല്ലാവരും. ഇപ്പോ അമ്മച്ചി, ഇവിടെ എന്താ കടുവന്റെ ഒരു സാന്നിധ്യം വലിയ പ്രയാസത്തിലാണല്ലേ? അതെ, രാത്രി മുഴുവൻ പട്ടി വരെയാ. ഈ കടുവയെ കണ്ടിട്ടാണ് അങ്ങനെയായിരിക്കും. ഇത്ര നാളും അങ്ങനെ കുരയ്ക്കുന്നില്ലായിരുന്നല്ലോ, കുറച്ച് കുരയ്ക്കുള്ളൂ. ഇത് വെളുക്കുന്നവരെയും പട്ടി വരെയാ. വൈകുന്നേരം പുറത്തിറങ്ങാനൊക്കെ പേടിയിലാണ്. പേടിയിലാണ്, പുറത്തിറങ്ങലില്ല. ഇപ്പൊ വന്നത് എന്താ, സാധനം വാങ്ങാൻ വേണ്ടി വന്നത്? അതെ അതെ. എവിടെ താമസിക്കുന്നത്? ഞങ്ങൾ ഇവിടെ എടുത്താ. എത്ര വയസ്സായി ഇപ്പോ? എനിക്ക് 74 വയസ്സായി. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും, പേടിയിലായിരിക്കും. കുട്ടികളെല്ലാം പഠിത്തം കഴിഞ്ഞവരാ, എന്നാലും പുറത്തിറങ്ങണ്ടേ. അല്ല, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ നാട്ടില്, അപ്പൊ അവർക്കൊക്കെ വലിയ പ്രയാസമാണ്. വലിയ പ്രയാസം തന്നെയാ. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പൊ ഒരു മാസത്തോളമായിട്ട് എല്ലാവരും കടുവാ ഭീതിയിലാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോദാവരി കുന്നില് തലപ്പുഴ കമ്പിപ്പാലത്ത് ഈ മിനിഞ്ഞാന്ന് 43 വെച്ച് കണ്ടുവെന്ന് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ 7 മണി കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. കടുവ ഭീതിയിലാണ് എല്ലാവരും ഉള്ളത്. പല സ്ഥലങ്ങളിലായാണ് നിഷാദ്. ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല. കടുവയെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരത്തിൽ, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഗ്രാമത്തിലല്ല, അടുത്ത ദിവസം കാണുന്നതൊക്കെ ഒരു കടുവ തന്നെ ആകാനും മതി.